സകല ഹൃദയ രഹസ്യങ്ങളും അറിയുന്നവനാ. സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പറയുക, എൻ്റെ നടപ്പും കിടപ്പും നീ എന്ത് ചെയ്യുന്നു? ശോധന ചെയ്യുന്നു. എല്ലാവരും അറിയണം, പല കള്ളത്തരങ്ങളും പലരുടെ കയ്യിലും ഉണ്ട്. ഭാര്യമാരെ കാണിക്കാതെ മൊബൈൽ പൂട്ടി വെക്കുന്ന ആളുകളുണ്ട്, പാസ്വേഡ് പറയാതെ. സ്തോത്രം. ചില ഭാര്യമാർ ഭർത്താവിനെ കാണിക്കാത്ത മൊബൈലുകളുണ്ട്, പാസ്വേഡ് പറയത്തില്ല. ഇതെല്ലാം കർത്താവിന് നിന്റെ സകല പാസ്വേഡും അറിയാം, സകല നമ്പറും കർത്താവിനറിയാം. ഹല്ലേലൂയ. ഈ രാത്രിയിലെ ഫോൺ വിളി ഉണ്ടല്ലോ, അതും കർത്താവിനറിയാം. ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞിട്ട് വിളിക്കുന്ന ഫോണ്, ഭർത്താവ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വിളിക്കുന്ന ഫോണ്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഹല്ലേലൂയ. അവനെല്ലാം അറിയുക. സ്തോത്രം. ഞാൻ സ്നേഹത്തോട് പറയട്ടെ, സ്വന്തം ഭാര്യമാരല്ലാത്ത മറ്റുള്ളവരെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഫോൺ വിളിക്കണം. അവരോട് നീ കിന്നാരം പറയാനാണ് ഫോൺ വിളിക്കുന്നെങ്കിൽ നീ വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നിന്റെ ഹൃദയം കൊണ്ട്. ഹല്ലേലൂയ. തിരിച്ചു അതുപോലെയാ. ആവശ്യമുണ്ടെ വിളിക്കണം, അത്യാവശ്യം. ഞാനിപ്പോൾ മിക്കയിടത്തും വോയിസ് മെസ്സേജ് ആയിടുന്നത്, കാരണം ആളുകളെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ. ഏത് നേരം ദുരു ഫോൺ അടിക്കുമ്പോൾ വിഷമം വരും. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് ഇവിടെ സംസാരിക്കുന്നുണ്ട്, എനിക്ക് പറയാം. എന്നോട് നിർബന്ധിക്കുക പരിശുദ്ധാത്മാവ് ഇത് പറയാൻ. ഹല്ലേലൂയ. നീ ആവശ്യമില്ലാതെ ഈ ഫോണ് നിന്നെ ന്യായം വിധിക്കുമ്പോൾ, ന്യായവിസ്താരത്തിന് മുമ്പ് നിൽക്കുമ്പോൾ നീ ആ ഫോണുമായിട്ട് നിൽക്കേണ്ടി വരും. ആ ഫോണ് വരും നിന്റെ കൂട്ടത്തിൽ. അതിനകത്തെ മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും ഇപ്പൊ സൈബർ സെല്ലുകാർക്കറിയാം, നീ ഡിലീറ്റ് ചെയ്ത മെസ്സേജ് എടുക്കാനും അവർക്കറിയാം. അങ്ങനെയെങ്കിൽ അഗ്നിജാലിക്കത്തെ കണ്ണുള്ളവനായ കർത്താവ് എല്ലാം വെളിച്ചത്ത് വരും. ഗൂഢമായതൊന്നും മറഞ്ഞിരിക്കത്തില്ല, എല്ലാം വെളിച്ചത്ത് പറയും. അറയിൽ പൊരുപെറുക്കുന്നത് പുരമുകളിൽ ഘോഷിക്കപ്പെടും. നമ്മൾ പറഞ്ഞ എന്നാന്നറിയാമോ? നമുക്കൊരു മടങ്ങിയവരവ് ആവശ്യമാണ്.